സഹൃദയരെ, കലാപ്രസനയുടെ മിനിസ് പരേഡ് ആരംഭിക്കുകയാണ്. ഇന്നത്തെ ട്രെൻഡിൽ രാമായണം ഹിന്ദിയിൽ സിനിമയാക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും? അതിന്റെ ഒരു ട്രെയിലർ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. बहनों और भाई, आप सोचते होंगे कि नासिर हुसैन की फिल्म बहुत दिनों से क्यों नहीं आई? पास के थिएटर में आ रहा है रामायण 1992। राम के रोल में आपका प्यारा अमिताभ बच्चन। रावण ऐसा रिश्ता में हम तुम्हारे बाप होता है, नाम है रामचंद्र शाह। रावण के रोल में सुपर विलन अमजद खान। राम का बच्चा, मैं तुझे जिंदा नहीं छोड़ूंगा, समझे? सुपर एक्शन टीम। हेलीकॉप्टर फाइट। ഒരു പരസ്യ ചിത്രമാണ്. രാധേ, എത്ര മനോഹരിയായിരിക്കുന്നു. ആരെ, എന്നെയാണോ പറഞ്ഞത്? അല്ല, നിന്റെ അനിയത്തിയെ. എനിക്ക് പണ്ടേ അറിയാം. നിങ്ങൾ എനിക്ക് വിശ്വാസമില്ല. എനിക്ക് നിന്നെയാണ് വിശ്വാസമില്ല. എനിക്ക് നിന്നെ വിശ്വാസമില്ല. നിങ്ങൾ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. നീ ഈടായിട്ട് നിന്നെ എനിക്ക് വിശ്വാസമില്ല. എന്താ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം? എനിക്ക് ഇവളെ വിശ്വാസമില്ല. വിശ്വാസമില്ല. പരസ്പര വിശ്വാസമില്ലായ്മയാണ് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം. ഇതിന് ഉത്തമ പരിഹാരം തകർക്കാൻ കഴിയാത്ത വിശ്വാസത്തിന് ഉറപ്പേകുന്ന പിൻബലം. ഗോഡ് ഫാദറിലെ അഞ്ഞൂറാനെ അനശ്വരനാക്കിയ ശ്രീ NN പിള്ളയുടെ രൂപവും ഭാവവും അവതരിപ്പിക്കുന്നു സാബു. ഞാനെല്ലാം മറക്കണമല്ലേ? മറക്കാടോ. 14 കൊല്ലം ജയിലിൽ കിടന്ന് ഇരുമ്പഴികൾ എണ്ണിയത് ഞാൻ മറക്കാം. എന്റെ കൺമുമ്പിൽ കിടന്ന് എന്റെ ഭാര്യ പെടഞ്ഞ് മരിച്ചത് ഞാൻ മറക്കാം. എന്തുകൊണ്ട് എന്റെ ബാലരാമൻ കല്യാണം കഴിച്ചില്ല? എന്തുകൊണ്ട് എന്റെ സ്വാമിനാഥൻ കല്യാണം കഴിച്ചില്ല? എന്തുകൊണ്ട് ഈ മുറ്റത്തൊരു കുഞ്ഞിക്കാൽ ഓടി നടന്നില്ല? പറയടോ, ഞാനെല്ലാം മറക്കണോ? അടുത്തത് നമ്മുടെ പ്രിയങ്കരനായ സ്വഭാവ നടൻ ശ്രീ ജനാർദ്ദനൻ. എന്റെ കർത്താവേ, പടമേടിച്ച് പന്തളത്ത് ചെന്നപ്പോ പന്തം കൊടുത്തി പടാന്ന് പറഞ്ഞ പോലെ ആയല്ലോ. എന്റെ പൊന്ന് സാറേ, ഈ കോൺട്രാക്ടർമാരെന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെ നാറികളാ. സാറിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് പറഞ്ഞാട്ടെ. എന്നെ അധികം മെനക്കെടുത്താതെ ആ ബില്ലൊന്ന് ഇങ്ങോട്ട് ഒപ്പിട്ട് തന്നേരെ. അടുത്തത് ഒരു ശബ്ദാനുകരണ പരിപാടിയാണ്. അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിലെ ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ ഒരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു എന്ന ഗാനം ചില പ്രശസ്ത ഗായകർ പാടിയാൽ എങ്ങനെയിരിക്കുമെന്ന് ശ്രീ ഉണ്ണി ഇവിടെ അവതരിപ്പിക്കുന്നു. ആദ്യമായി പോപ്പ് സിംഗർ ഉഷാ ഉദിപ്പ് പാടിയാൽ. അടുത്തായി ശ്രീമതി KB സുന്ദരമ്മ. എന്തുണ്ട് കുമ്പിട്ടിരിപ്പാണോ? കുമ്പിട്ടിരുന്നാ പോരാ, ഇന്റർവെല്ലിന് സമയം കഴിഞ്ഞു. വേഗം റെഡി ആകുമല്ലേ? വേഗം ചെല്ലടോ. എന്തോ ഒരു ബഹളം കേൾക്കുന്നു. എന്താ ചെയ്യുന്നത് അറിയാമോടാ? അല്ല, മൂത്രപ്പാൽ പെമ്പിള്ളാരെ പിടിക്കാതെ വേണ്ടത്. ഹലോ, എന്ത് കാര്യം? അയാൾ പറഞ്ഞ സത്യമാണോ? എടാ, ഞങ്ങൾ കൂടെ ചീത്തപ്പേരുണ്ടാക്കാനാണ് നിന്റെ ഭാവം. നീ ആരാണ് ഇതൊക്കെ ചോദിക്കാൻ? എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും. എന്റെ കാര്യത്തിൽ ഇടപെടുന്ന പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉപദേശിക്കാൻ വന്നിരിക്കുന്നു.
ഈ സ്ഥാപനത്തിന് ചീത്തപ്പേര് വരാൻ ഇനി വേറെ വല്ലതും വേണോ? ഇവനെ പോലുള്ള ഒരു അലവരാദ്യം വെച്ചോണ്ട് ഈ ട്രൂപ്പ് നടത്തിക്കൊണ്ടുപോകാൻ ഇനി ഞാനില്ല. ഇന്ന് മുതൽ അവൻ വേണോ അതോ ഞാൻ വേണോ അച്ഛൻ തീരുമാനിക്കും. ഓ, ഈ പറയുന്നതിനടുത്ത് വലിയ പുണ്യാളത്തിനല്ലേ? നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. ഞാൻ നാട്ടുകാരുടെ കൈയും കാലം പിടിച്ചില്ലായിരുന്നെങ്കിൽ നിന്റെ ഒരു എല്ലാവരും ബാക്കിയാണില്ലായിരുന്നു. കള്ളു കുടിച്ച് സ്റ്റേജിൽ കയറിയപ്പോഴേ ഞാൻ വിചാരിച്ചത് ആകെ കുളമാവുന്നു. ആര്? ഇവൻ. അപ്പൊ താൻ കള്ളു കുടിക്കുന്നോ? ഞാൻ കള്ളു കുടിച്ചോണ്ടാ നിങ്ങളുടെ ഒക്കെ തടി ഇതുവരെ കേടുവരാതിരുന്നത്. അച്ചോ, ഇവർക്ക് വേണ്ടി ഞാൻ കുടിച്ചു കുടിച്ച് ഇപ്പൊ ഒരു മുഴു കുടിയനയച്ചോ. നിർത്തടോ, ഇനി കുടി നിർത്താൻ പറ്റില്ല അച്ചോ. എന്റെ കർത്താവേ, എന്തൊക്കെ വൃത്തികേടാ ഇവിടെ നടക്കണേ. അന്തസ്സോടുകൂടി നടക്കുന്ന ഒരു സ്ഥാപനം ഇത്. അതെ അതെ, പ്രേമോ ഒളിച്ചോട്ടൊക്കെ ഇവിടെ നടക്കുന്നത് അച്ഛന്റെ ആശീർവാദത്തോടു കൂടിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. നീ ഇനി കൂടുതൽ സംസാരിക്കണ്ട, ഇറങ്ങി പോയിക്കോ. എന്നെ അങ്ങനെ വേറിട്ട് ഒന്നും വേണ്ട. ഇവിടുന്ന് പോയെന്ന് വെച്ച് ഞാൻ തെണ്ടി കിടക്കാനൊന്നും പോകുന്നില്ല. നിന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്. ഞാൻ പോകാൻ തന്നെ വന്നത്. ഒരാഴ്ചക്കെ ഞാൻ പുതിയ ട്രൂപ്പ് ഉണ്ടാക്കില്ലെങ്കിൽ എന്റെ പേര് മാറ്റിക്കും. അല്ലെങ്കിൽ നിന്റെ പേര് മാറ്റണമെന്ന് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. ഈ ജിമ്മി എന്നുള്ളത് സാധാരണ പട്ടേ കിടുന്ന പേരാ. നിർത്തടോ. എടാ, എന്നെ നീ ഔട്ടാക്കിയിട്ട് നീ അങ്ങനെ വിചാരിക്കണ്ട കേട്ടോ. ബാബു, അമ്മേ അമ്മേ. മോനെ, മല്ലിക വന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? അളിയൻ വന്നില്ലേ? ഇല്ല. നീ എന്താ വല്ലാതിരിക്കുന്നത്? അമ്മേ, എവളെന്താ കരയുന്നത്? നളിനാച്ചൻ അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ. സ്ത്രീധന തുകയിൽ ബാക്കി കൊടുക്കാനുള്ള രൂപ വാങ്ങിച്ചുകൊണ്ട് ചെന്നാ മതിയെന്ന്. അവന്റെ അമ്മയുടെ നിർബന്ധമാണത്രേ. നീ വിഷമിക്കണ്ട, എല്ലാത്തിനും വഴിയുണ്ടാക്കാം. കിടന്നുറങ്ങാൻ നോക്ക്. മോനെ, ചോറെടുക്കട്ടെ? വേണ്ടമ്മേ, ഞാൻ കഴിച്ചു. ഒരുത്തൻ ട്രൂപ്പിന്ന് പോയെന്ന് വെച്ച് പരിപാടി നടത്താതിരിക്കാൻ പറ്റുമോ? ഞായറാഴ്ച മണ്ണൂത്തിയുടെ പരിപാടി നിങ്ങൾ 5 പേരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കുക. അല്ലച്ചോ, 6 പേര് ചേർന്ന് കാണിക്കുന്ന നമ്പറുകൾ 5 പേര് കാണിച്ചാൽ ശരിയാവില്ല. പോരാത്തതിന് ധാരാളം പുതിയ ട്രൂപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരാളെ കൂടെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പരിപാടി ശരിയാവില്ലച്ചോ. എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം, ജിമ്മിക്ക് പകരം ഞാൻ ഇറങ്ങി കളിക്കാം. എന്താ? അത് മതി. അച്ഛനാവുമ്പോ നല്ല കോമഡിയും കിട്ടും. ഒന്ന് പോടാ. ഇക്കണക്കിന് പോയാ നീയൊക്കെ എന്നെ കളിപ്പിക്കുക മാത്രമല്ല കുളിപ്പിച്ചിവിടെ കിടത്തും. അച്ഛോ, എനിക്കൊരു ഐഡിയ. നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? അത് കൊള്ളാം. നിനക്ക് പെണ്ണുങ്ങളുടെ പുറകെ നടക്കാൻ മാത്രമല്ല ബുദ്ധിപരമായിട്ടുള്ള കഴിവുണ്ടെന്ന് ഞാൻ പറയുകയാണെങ്കിൽ നീ അഹങ്കരിക്കും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. മിണ്ടിപ്പോവര്. നീ ഒരുത്തനായി ഇതിനൊക്കെ കാരണക്കാരൻ. ഇപ്പൊ തന്നെ ജിമ്മിക്ക് പകരം നീ വേറൊരാളെ തപ്പിക്കൊണ്ടുവന്നില്ലെങ്കിൽ നിനക്ക് പകരം വേറൊരാളെ ഞാൻ തപ്പും. ഞാനിത് എവിടെ പോയി തപ്പും? പോയി തപ്പടാ. വാടാ തപ്പാടാ. ഞാൻ പോയി തപ്പട്ടെ അച്ചോ. നിനക്ക് എപ്പോഴും നിനക്കൊരു കളി. എവിടെന്നെങ്കിലും ഒരുത്തനെ തപ്പിക്കൊണ്ട് ചെന്നില്ലെങ്കിൽ ഇന്നും അച്ഛന്റെ വളിച്ച മോന്ത കാണേണ്ടി വരും. അതിപ്പോ തപ്പിക്കൊണ്ട് എന്തായാലും അച്ഛന്റെ മോന്ത കാണേണ്ടി വരും. അത് ശരിയാ, കൊന്ത മാറിയാലും അച്ഛന്റെ മോന്ത മാറൂല. ഇവിടെ അടുത്തല്ലേ ആ പടക്കം ബേബി താമസിക്കുന്നത്? പടക്കം ബേബി അതായത് പഴയൊരു മിമിക്രിക്കാരന്. വെടിക്കെട്ടാണ് അവന്റെ മെയിൻ ഐറ്റം. അങ്ങനെ പടക്കം ബേബി എന്ന് പേര് വന്നത്. അവന് കിട്ടുമോ? നമുക്ക് അവനെ ഒന്ന് തപ്പി നോക്കാം. അതെ, നിസാം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു. അവൻ ഇവിടെ വന്നിട്ട് നമ്മളെ കണ്ടില്ലെങ്കിൽ വല്ല മണ്ടത്തരവും കാണിക്കും. നീ ഒന്ന് നോക്കിട്ട് വാ, ഞാൻ വിളിക്കാം. അതെ, അയ്യോ അല്ല, ഒരു വിവരം ചോദിച്ചോട്ടെ. ഹനീഫിന്റെ വീട് എവിടെ? ഹനീഫ മരിച്ചു. അയ്യോ, മിമിക്രി ഹനീഫ. മുക്രി ഹനീഫ തന്നെ. ഇപ്പൊ മുക്രി ചെയ്തു പോകാൻ. മുക്രി അല്ല, മിമിക്രി. എന്ന് വെച്ചാല് മിമിക്രി എന്ന് വെച്ചാല് ഈ തവളയുടെ ഒക്കെ. തവളയോ? അല്ലടോ, തവളയല്ല, തവക്കള അരുവി ആയിരിക്കോടോ. തന്നെ ആരെങ്കിലും വിളിച്ചോ? തവളയാണോ തവക്കളയാണോ ഞങ്ങൾ തീരുമാനിച്ചോളാം. സംശയം ചോദിക്കാൻ ഞങ്ങളല്ലേ. ഒരാള് വന്ന് സംശയം ചോദിക്കുമ്പോ അതിന് ജോലി എന്താ നീ എന്തിനാ ഓടിയത്? പിന്നെ നീ ഓടാനിട്ട് ഞാനിവിടെ വെറുതെ നിൽക്കാനാ? നീ എന്തിനാണ് ഓടിയത്? അത് ഞാൻ നിന്നെ കാണാതെ ഓടി നടക്കായിരുന്നു. നീ ഇത്ര നേരം എവിടെ പോയി കിടക്കായിരുന്നു? അതെ, ഞാൻ വരുന്ന വഴിക്ക് ഒരു പാവം കളവൻ 1 രൂപ കാണാതെ പോയിട്ട് വഴി കിടന്ന് തപ്പണടാ. ഞാൻ അവിടെ നിന്ന്. അയാളുടെ രൂപ കാണാതെ പോയെങ്കിൽ അയാൾ തപ്പിക്കോട്ടെ. നിനക്ക് നിങ്ങൾ പോന്നൂടായിരുന്നോ? അയാൾ പോകാതെ ഞാൻ എങ്ങനെ പോരും? എന്താ പോന്നാല്? ആ 1 രൂപ ഞാൻ ചവിട്ടി പിടിച്ചിരിക്കല്ലായിരുന്നു.
പിന്നെങ്ങനെ പോരും? എന്നിട്ട് രാത്രി യവനല്ല, യവനെ പോലെ ഇരിക്കുന്ന വേറൊരുത്തനാ. അതോ നീ തന്നെ? ബുദ്ധിയില്ലാത്ത യവൻ എന്തെങ്കിലും പറഞ്ഞു തരുത്തി വീരല്ലാത്ത ചേട്ടൻ ക്ഷമിക്കണ്ടേ? പട്ടി തുറന്നു വിട്ടു. ഓടുക. അതെ, ഡിസിപ്ലിൻ വേണം, ഡിസിപ്ലിൻ വേണം. എല്ലാ മിമിക്രി ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചോ. ഞാൻ വിളിച്ചിട്ട് വന്നാ മതി. അച്ഛോ, എല്ലാരും എത്തി. അച്ഛനെവിടെ? ഒരു അത്യാവശ്യ കാര്യം വരുമ്പോ ഈ തറക്കണ്ട എവിടെ പോയി കിടക്കുക? തറക്കണ്ടത്തിന് ഇവിടെ കുഴിച്ചിട്ടിരിക്കുക. എന്താ എല്ലാരും എത്തി? ആര്? മന്ത്രി അല്ല, മിമിക്രി. നമ്മുടെ മിമിക്രി ട്രൂപ്പിൽ ഒരാളുടെ കുറവില്ലേ? ഇന്റർവ്യൂവിന് ഒരുപാട് പേര് എത്തിയിട്ടുണ്ടോ? ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടുവന്നതാ. പിന്നെ എല്ലാവരുടെ മുഖത്തിലും ഇനിയോ അച്ചടക്കവും ഉണ്ടാവണം. അപ്പൊ അമ്മ ഇവിടെ കൈകൊടുത്തു. അച്ഛോ, ഇത് റൊണാൾഡ്, ഒരു കൊച്ചു കുട്ടിയുടെ ഭാവാഭിനയം ഈ പരിക്കൻ രൂപത്തിൽ മിന്നി മറയും. എന്നാ അവനോടത് മിന്നി മറക്കാൻ പറ. കാണിക്ക് കാണിക്ക്, മിമിക്രി പാട്, കുട്ടിയുടെ പാട്ട്. കാണിക്കും. അതെ, മതി മതി പാടി. ഇത് പണികൾ മാറി. അതുകൊണ്ട് ഇവന്റെ കുർബാന നടത്തിക്കൊണ്ട് ഇങ്ങോട്ട് മാറി. മറ്റവനെ ഇവിടെ വാ. എന്റെ കൈ നീയല്ല മാറി. മറ്റവനെ താണെന്താ പോയി ഒളിച്ചു നിൽക്കണം. ഇവിടെ പാടും. അച്ഛോ, ഈ ബസ്സിലൊക്കെ ആളുകൾ പാട്ട് പാടൂലേ? അത് അതിനേക്കാൾ നന്നായിട്ട് ഇയാൾ പാടും. ഇങ്ങോട്ട് പാടും. പാട് പാട് പാട്. സുത്തരി സുത്തരി ഒത്തൊരുക്കി വാ ഡാലയാട് താലി പകലോ. സുത്തരി സുത്തരി ഒത്തൊരുക്കി വാ താലയാട് താലി പകലോ. തേയും വരറ്റ പെക്കലായിട്ടു വേണം, അതേയും വരറ്റ പെക്കലായിട്ടു വേണം. സുത്തരി 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 ഒത്തൊരുക്കി വാ താലയാടു താലി പകലോ. അയ്യേ, ഇയാൾ പോയിക്കോ. അങ്ങോട്ടുണ്ടോ? ഏതെങ്കിലും ബസ്സിൽ പോയി പാട്. അച്ഛോ, പള്ളിയിൽ അച്ഛന്മാരെ കളിയാക്കി പാട്ട് പാടുന്ന ഒരാളുണ്ട്. വിളിക്കട്ടെ? ആ കറുപ്പ ഷർട്ട് ശശിനെ വിളിച്ചേ. സബു, അച്ഛൻ വിളിച്ചോ? എന്തിനാ കൊന്ത? കർത്താവിന് മുത്താനടാ നിന്റെ. എല്ലാവരും ഓടിക്കും. അച്ഛന് മണം മുട്ടി. നോക്കി കണ്ടു പോളൂ. നമുക്ക് എന്താ അടുത്ത പരിപാടി? ഒരുത്തനെ പോലും ഒരു ചൊവ്വുള്ളതിനും. ഇതൊക്കെ എന്റെ ശിഷ്യന്മാരാ, അങ്ങോട്ട് നോക്കണ്ട പിള്ളേര്. ഇതേതാ ഈ കക്ഷി? ഇവന് എവിടെന്നെങ്കിലും പൊക്കിക്കൊണ്ടോന്നായിരിക്കും. എനിക്ക് സംശയമുണ്ട്. സംശയം വേണ്ട, കാണാൻ കൊള്ളാന്ന് എന്ത് കണ്ടാലും അവൻ പൊക്കിയിരിക്കും. അതെ, എന്താ ഇത് ഞാൻ കൊണ്ടുവന്നാണോ? ഓഹോ, അപ്പൊ തനിക്കും തുടങ്ങി ഈ അസുഖം? ഇല്ലച്ചോ, എനിക്ക് അസുഖമൊന്നുമില്ല. പിന്നെ ഇത് നമ്മുടെ മിമിക്രി ട്രൂപ്പിലേക്ക് കൊണ്ടുവന്ന ആർട്ടിസ്റ്റാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇത് പെൺകുട്ടിയല്ലേടോ? അതേച്ചോ, പെണ്ണ് തന്നെ, ഒരു സംശയമില്ല. എന്റെ കർത്താവ്, നീ എന്നെ അങ്ങോട്ട് എടുക്കുക. അച്ചോ, മിമിക്രി ചരിത്രത്തിലെ ഒരു മഹാസംഭവമായിരിക്കും. 5 ആണും 1 പെണ്ണും ഒറ്റ ട്രൂപ്പിൽ. പ്രോഗ്രാമിന് ഒരു ക്ഷാമം ഉണ്ടാവില്ല അച്ചോ. പ്രസീദേ, ആ മോഹൻലാലിന്റെ നമ്പർ ഒന്ന് കാണിച്ചു കൊടുത്തേ. സാറേ, എന്നിങ്ങനെ എല്ലാരെയും മുമ്പിൽ വെച്ചിങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത് സാർ. സാർക്ക് എന്നോട് വല്ല ദേഷ്യം ഉണ്ടെങ്കിൽ നേരിട്ട് ഒന്നങ്ങടെ പറഞ്ഞാൽ മതി കേട്ടോ. അല്ലാതെ എല്ലാരെയും മുമ്പിൽ വെച്ചിങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത്. അപ്പൊ പിന്നെ ഞാൻ വരട്ടോ? ഇനിയുണ്ടാച്ചോ, ആ സുരേഷ് ഗോപിയുടെ നമ്പർ ഒന്ന് കാണിച്ചു കൊടുത്തേ.
അച്ഛനത് പറയുന്ന എനിക്കറിയാം. അന്ന് എന്തുണ്ടായിരുന്നു കൃഷ്ണപിള്ളയ്ക്ക് പറയാൻ? TP സ്കൂൾ ഒരു മാഷായിരുന്നു നിങ്ങൾ. ഇപ്പൊ വലിയ മന്ത്രിയെ നടക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ കാശിന്റെ വിലയാ. വേണം ഇപ്പൊ പോലീസ് എടുത്ത് പറയാം. ശേഖരോട്ടിക്ക് അമ്മ എണ്ണിക്കോളാം. എങ്ങനെയുണ്ട്? ഇനിയുണ്ടാച്ചോ? ഇനി വേണ്ട വേണ്ട വേണ്ട, നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. കുട്ടി ഇവിടെ വരൂ. ചെല്ലി ചെല്ലി. കുട്ടി, ഇവിടെ കുറെ അലപലാദികളുണ്ട്. അവരൊരൊറ്റ എണ്ണത്തിന് വിശ്വസിക്കരുത്. പെൺകുട്ടികളുടെ ട്രൂപ്പ് തുടങ്ങുമ്പോ അച്ഛൻ വിളിക്കാം. പോയിക്കോ. അപ്പൊ ലാലേച്ചി ചെല്ലു കേട്ടോ. ആ കുട്ടിയുടെ കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ലെന്നാണ് തോന്നണോ? പിന്നെ നീ എന്തിനാണ് പട്ടി അതിന്റെ പിന്നാലെ മനസ്സ് കൊടുത്ത് നടക്കണേ? മോഹൻലാലിന്റെ നമ്പർ കാണിക്കാൻ ഇവിടെ വേറെ ആളുണ്ടോ? ഈ ട്രൂപ്പിൽ പെൺകുട്ടികളെ ചേർക്കില്ല എന്ന് എനിക്കറിയില്ലേ? അച്ഛന്റെ മാനം കെടുത്താനല്ലേ? എന്താ നീ എന്നെ മാനം രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയ ചെവി നീ ഇവിടെ ആവർത്തിക്കരുത്. ആ പെണ്ണിന്റെ ചേച്ചിന്റെ ഇതിൽ നന്നായിട്ട് ഒന്ന് നീ കെട്ടിക്കോളാം. എക്സ്ക്യൂസ് മീ, ഇവിടെ മിമിക്രി ട്രൂപ്പിൽ ഒരാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അതെ, ആവശ്യമുണ്ട്. ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റാ. അയ്യോ, നല്ലതുപോലെ മിമിക്രി കാണിക്കോ? ഒരുവിധമൊക്കെ. ശരി, എങ്കിൽ ഞങ്ങൾ പറയുന്ന ഒരു ഐറ്റം കാണിക്കാൻ പറ്റൂ. അതായത് വളരെ തിരക്കുള്ള ഒരു റോഡ്, നല്ല സ്പീഡിൽ പോകുന്ന ഒരു ടെമ്പോ, ഒരു അംബാസഡർ കാർ, ഒരു മാരുതി കാർ, ഒരു ജിപ്സി, ഒരു ഓട്ടോറിക്ഷ, ഒരു ലാംബി സ്കൂട്ടർ, ഒരു ട്രെയിനും. ട്രെയിനും, ഇതെല്ലാം കൂടി ഒരുമിച്ച് പോകുന്ന ശബ്ദം ഒറ്റയ്ക്കുണ്ടാക്കാൻ പറ്റുമോ? അതൊന്നും ഉണ്ടാക്കി കാണിച്ചു തന്നാൽ അതുപോലെ അവതരിപ്പിക്കാം. ഉണ്ടാക്കി കാണിച്ചു തന്നിട്ട് ഉണ്ടാക്കാനാണ് പിന്നെ ഞങ്ങൾക്കാണ് ഉണ്ടാക്കിയ പോരെ? അയ്യോ, ഉണ്ടാക്കാൻ വന്നേക്കണേ. അല്ല, ഞാനൊന്ന് ഫാദറിനെ കണ്ടിട്ട് കണ്ടിട്ട് കിട്ടാനുള്ള ഫയറിംഗ് മുഴുവൻ വാങ്ങിച്ചോണ്ടാ കേട്ടാ. എല്ലാവരും ഒന്ന് നിന്നേ. എന്താച്ചോ? അച്ഛനാണല്ലോ വിളിച്ചത്. ഇനി അച്ഛന്റെ ആത്മാവെങ്ങാനും ആണോ? നോക്കണ്ട, ഞാനാണ്. അല്ല, റോട്ടിൽ കൂടി എന്നാണ് ട്രെയിൻ ഓടി തുടങ്ങിയത്? അയ്യോ, അച്ഛനല്ല, യവൻ തന്നെയാ. എന്റെ പേര് ജയൻ. തറക്കണ്ട അച്ഛന്റെ ലെറ്റർ ഇട്ടിട്ടാ വന്നത്. നിങ്ങളുടെ ട്രൂപ്പിൽ എന്നെയും ചേർക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ.